എല്ലാവരോടും ആദ്യം തന്നെ ക്ഷമ ചോദിക്കുന്നു. പനിയായിരുന്നു. അതാട്ടോ വോയിസ് ഉണ്ടാവാതിരുന്നത്. ഇപ്പോൾ ഒരിത്തിരി മെച്ചം വന്നതുകൊണ്ട് ചെയ്തിടുവാണേ. അപ്പോൾ നമുക്ക് കഥയിലേക്ക് പോകാം. മാംഗല്യം. രചന അവതരണം നന്ദു അച്ചുകൃഷ്ണ. അതെ, ഇന്ന് ഉച്ചയ്ക്ക് ചപ്പാത്തിയാണ് കേട്ടോ. അവന്റെ കയ്യിലേക്ക് ഉച്ചക്കത്തെ ടിഫിൻ ബോക്സ് കൊടുക്കും വഴി അവൾ പറഞ്ഞു. ചപ്പാത്തിയോ? അതിന് ചോറുണ്ടായിരുന്നല്ലോ. ഉച്ചയ്ക്ക് എന്ത് വന്നാലും ഇത്തിരി ചോറുണ്ണണം എന്നുള്ളത് ഹരിയുടെ നിർബന്ധമാണ്. ഉണ്ടായിരുന്നു. പക്ഷെ ഈ കൈവച്ച് ഉച്ചയ്ക്ക് ചോറുണ്ണാൻ പാടായിരിക്കില്ലേ? അതുകൊണ്ട് ഞാൻ 3-4 ചപ്പാത്തി റോളുണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതാകുമ്പോൾ വലിയ വിഷമമില്ലാതെ കഴിക്കാം. അതും കൂടാതെ ഇന്ന് നേരത്തെ വരാമെന്നല്ലേ പറഞ്ഞേക്കുന്നത്? അവൻ കുറച്ചു മുന്നേ പറഞ്ഞ കാര്യം സത്യം തന്നെയല്ലേ എന്ന രീതിയിൽ അവളുടെ ചുണ്ടുകൾ കൂർത്തു. അപ്പൊ പിന്നെ ചോറ് ഇവിടെ വന്നുണ്ണാം. എല്ലാം ഉറപ്പിച്ചു പോലെയുള്ള അവളുടെ വർത്തമാനം കേട്ടതും പിന്നെന്തെങ്കിലും പറയാൻ ബാക്കി നിൽക്കാതെ ഹരി അത് വാങ്ങി ബാഗിലേക്ക് വെക്കും മുന്നേ തന്നെ അതവന്റെ കയ്യിൽ നിന്നും ബാഗ് വാങ്ങി കൃത്യമായി അവൾ അകത്തേക്ക് വെച്ചിരുന്നു. പിന്നെ കുട്ടികളെ പഠിപ്പിക്കാൻ കയറുകയാണെങ്കിലും ബോർഡിലൊന്നും എഴുതാൻ നിൽക്കണ്ട. അല്ലെങ്കിൽ ക്ലാസ്സിലെ വിദ്വാൻമാർക്ക് എല്ലാം കൂടി ഇന്ന് വരയ്ക്കാനും എഴുതാനും ഒക്കെയായിട്ട് എന്തെങ്കിലും കൊടുത്തിട്ട് ക്ലാസ്സിൽ റെസ്റ്റ് എടുക്കണം കേട്ടോ. അവന്റെ കൈക്ക് മുകളിലായി ഓയിൽമെന്റ് മെല്ലെ തടയും വഴിയായിരുന്നു അടുത്ത ഉപദേശം. അതിനും ഒരു ചിരിയോടെ അവൻ തലയാട്ടി. അത് കണ്ടതും പെണ്ണിന്റെ മുഖം കയറി അങ്ങ് ചുരുങ്ങി. അതെ, ഇവിടെ ഇപ്പോ ഒക്കേതിനും ചിരിച്ച് തലയാട്ടുന്ന ആള് സ്കൂളിൽ പോയി എന്തെങ്കിലും കുരുത്തക്കേട് കാണിച്ച് ഈ കൈയുടെ വയ്യാഴിക കൂട്ടിയിട്ട് വന്നാൽ ഇടുപ്പിൽ കൈ കൊടുത്ത് ഒരു ഭീഷണിയോടെ അവൾ അവന്റെ അടുത്തേക്ക് കുറച്ചുകൂടി നീങ്ങി നിന്നു. വന്നാൽ ഒറ്റ തട്ടി ഞാൻ തീർത്തു കളയും. പറഞ്ഞില്ലെന്ന് വേണ്ട. വലത് കൈയിലെ തള്ളവിരൽ അവന് നേരെ ചൂണ്ടി പെണ്ണ് പിന്നെയും ദേഷ്യം കാണിച്ചതും ഹരി അവളുടെ ആ മുഖത്തേക്ക് തന്നെ നോക്കി. ഒരൊറ്റ നിശ്വാസത്തിന്റെ അപ്പുറമാണ് കുരുട്ടടക്കയുടെ മുഖം. കൈ ചൂണ്ടിയുള്ള ആ നിൽപ്പ് കണ്ടാൽ തന്നെ ഭദ്രകാളി ഇപ്പൊ തന്നെ ഭസ്മമാക്കും എന്ന പോലെയാണ്. പക്ഷെ അത് കണ്ടതും അവന് വല്ലാത്തൊരു കുസൃതി തോന്നി. അവൻ പെണ്ണിന്റെ അടുക്കിലേക്ക് അല്പം ഒന്ന് കുനിഞ്ഞു. കുളിച്ചിട്ട് തലയാകെ കെട്ടിവെച്ചിരിക്കുന്നതിൽ നിന്നും പിണങ്ങിയിറങ്ങിയ മുടിയിഴകൾ പറ്റിപ്പിടിച്ചു കിടക്കുന്ന അവളുടെ കഴുത്തിലേക്ക് അവന്റെ നോട്ടമെത്തി. ചുണ്ടിനറ്റത്തെ ചിരി കടിച്ചു പിടിച്ചുകൊണ്ട് തന്നെ ഹരി അവിടേക്കൊന്ന് താന്ന് മെല്ലെ ഊതി. ഇങ്ങനെയൊരു നീക്കം പ്രതീക്ഷിക്കാത്തത് കൊണ്ട് തന്നെ പെണ്ണ് പെട്ടെന്ന് പതറിപ്പോയി. അതുവരെ ദേഷ്യവും വാശിയും കാണിച്ചുകൊണ്ട് അവനെ മര്യാദ പഠിപ്പിക്കും എന്ന പോലെ നിന്നവള് ഒറ്റ നിമിഷം കൊണ്ടാണ് നനഞ്ഞ പടക്കം പോലെ ചൂളി ചുങ്ങി ചുരുങ്ങിപ്പോയത്. ഒപ്പം അതുവരെ ഇല്ലാതിരുന്നൊരു വെപ്രാളവും പരവേശവും ഒക്കെ അവളെ വന്നു മൂടി. കുറച്ചു മുന്നേ ലജ്ജയാൽ അവനെ പിണങ്ങിയ മിഴികൾ പിന്നെയും അവന്റെ നോട്ടം താങ്ങാനാവാതെ ഇറുക്കി അടച്ചു. എന്നാൽ അവളുടെ ഈ പതർച്ചയും വെപ്രാളവും ഒക്കെ അടുത്തു നിന്ന് കാണുന്നതിന്റെ സന്തോഷത്തിലായിരുന്നു ഹരി. ഒപ്പം അവളോട് പിന്നെയും പിന്നെയും കുറുമ്പ് കാണാനുള്ള ഒരു മനസ്സും അവനിൽ തുടികൊട്ടി. അതെ, ഞാൻ സ്കൂളിൽ പോയി എന്തെങ്കിലും കുരുത്തക്കേട് കാണിച്ചാൽ എനിക്ക് എന്ത് ശിക്ഷയാ തരുന്നതെന്ന് പൊന്നിന്റെ കണ്ണിതുര പറഞ്ഞില്ല. തിരിഞ്ഞു നിന്നവളുടെ അടുക്കലേക്ക് അല്പം കൂടി ചേർന്ന് നിന്ന് ഒരിക്കൽ കൂടി ആ കാതെടുക്കിലേക്ക് മെല്ലെ ഊതി അവൻ പറഞ്ഞതും പെണ്ണാകെ വിയർത്തുകൊണ്ട് മുന്നിലെ കസേരയിലേക്ക് പിടിമുറുക്കി കണ്ണുകൾ ഇറുക്കി അടച്ച് അങ്ങനെ നിന്ന് കളഞ്ഞു. അതെ, ഇന്നെങ്ങാനും പറഞ്ഞു കേട്ടിട്ട് എനിക്ക് പോകാൻ പറ്റുമോ? അവളൊന്നും മിണ്ടുന്നില്ലെന്ന് കണ്ട് ഹരി പിന്നെയും പെണ്ണിനെ ചൊടിപ്പിച്ചു. തന്റെ പിറകിൽ നിൽക്കുന്നവൻ ചിരിച്ചും കളിയാക്കിയുമാണ് ഓരോ നീ പറയുന്നതൊക്കെ അറിയാമായിരുന്നെങ്കിലും എന്തോ അവനെ ഒന്ന് തിരിഞ്ഞു നോക്കാനോ തിരിച്ചെന്തെങ്കിലും അവനോട് പറയാനോ തനിക്ക് കഴിയില്ലെന്ന് അവൾക്ക് ആ നിമിഷം അറിയാമായിരുന്നു. അപ്പൊ ശരി, ലേറ്റ് ആവുന്നു. അപ്പോ എന്റെ പൂവിന്റെ അമ്മ സമാധാനമായിട്ടെല്ലാം കൂടി ആലോചിച്ചിട്ട് വെക്കേ. ഞാൻ തിരിച്ചു വരുമ്പോൾ സമാധാനത്തിൽ തന്നെ നിന്ന് കേട്ടോളാം. കവിളിൽ ഒരു കുഞ്ഞു നെല്ലിക്ക ഉണ്ടാക്കി അവനാ കണ്ണുകൾ ചിമ്മി. പെണ്ണപ്പോഴും അതേ നിൽപ്പ് തന്നെ. ഇനി താൻ എന്തെങ്കിലും കൂടി പറഞ്ഞാൽ മുന്നിൽ നിൽക്കുന്നവൾ കുഴഞ്ഞു വീണേക്കുമെന്ന് അങ്ങനത്തെ തോന്നലിൽ അവൻ ചിരിച്ചൊന്ന് തലയാട്ടിക്കൊണ്ട് അവളുടെ അടുക്കൽ നിന്നും പിന്നിലേക്ക് മാറി. ഹരിയുടെ സാമീപ്യം പിന്നിൽ നിന്നകുന്നതും അവളൊന്ന് ആഞ്ഞു ശ്വാസമെടുത്തു. കീഴ്ചുണ്ടിനറ്റം കടിച്ചു പിടിച്ചുകൊണ്ട് ഹരി അവളെ ഒന്ന് എത്തി നോക്കി. അവിടെ ഇപ്പോഴും പരവേശം മൂടിയുള്ള നിൽപ്പ് തന്നെയാണ്. അവളുടെ നെഞ്ചകം അത് ഉയർന്നു താഴ്ന്നതിൽ നിന്നും മനസ്സിലാവുന്നു. പെണ്ണ് ശ്വാസമെടുക്കുന്നതിന്റെ താളം അറിഞ്ഞവൻ അവളുടെ തോളിലൂടെ മെല്ലെയൊന്ന് തൊട്ട് തലോടിക്കൊണ്ട് തന്നെ മുന്നിലെ ടേബിളിൽ നിന്നും ബാഗ് വലിച്ചെടുത്തു. അവൾ ഒന്നും കൂടി വിറയ്ക്കുന്നത് അവന്റെ നെഞ്ചിൽ പിന്നെയും തൊട്ടറിഞ്ഞവൻ. അപ്പോ ഞാൻ പോയിട്ട് വരാൻ കണ്ണേ.
അത്രയും മൃദുവായി പതിഞ്ഞുള്ള അവന്റെ വിളി കേട്ടതും പെണ്ണ് ഒറ്റ നിമിഷം കൊണ്ട് തല നെഞ്ചിലേക്ക് മുട്ടിച്ചു വെച്ച് അങ്ങനെ നിന്നു. ഒപ്പം ഇരു കൈകളും അവന്റെ ഷർട്ടിൽ അമർത്തി തെരുപിടിച്ചു. അത് കണ്ടതും ഹരി അറിയാതെ ഉറക്കെ ചിരിച്ചുപോയി. മതിയിട്ടോ നന്ദേട്ടാ. ചമ്മലാണോ പിണക്കമാണോ എന്നൊന്നും വേർതിരിച്ചറിയാൻ പറ്റാത്ത വികാരത്തിൽ പെണ്ണ് അവന്റെ നെഞ്ചിൽ മെല്ലെ ഒന്ന് തല്ലി. അതുകൂടി ആയതും ഹരിക്ക് പിന്നെ ചിരി നിയന്ത്രിക്കാനേ പറ്റിയില്ല. ആഹാ, കൊള്ളാലോ. പക്ഷെ കുറച്ചു മുന്നേ ഞാൻ അടുക്കളയിലേക്ക് വന്നപ്പോൾ ആരോ വിളിച്ചു പറയുന്ന കേട്ടിരുന്നു, എന്നെ ഇനി മുതൽ മര്യാദ പഠിപ്പിക്കാൻ പോവുകയാണെന്ന്. അപ്പോ ഇങ്ങനെയാണോ പൂവിന്റെ കണ്ണെന്നെ മര്യാദ പഠിപ്പിക്കാൻ പോകുന്നത്? ചിരി കടിച്ചു പിടിക്കാൻ ശ്രമിച്ച് കീഴ്ചുണ്ടിനറ്റം കടിച്ചു പിടിച്ചുകൊണ്ടുള്ള അവന്റെ ആ ചോദ്യം കേട്ടതും മറുപടിയൊന്നും പറയാൻ പറ്റാത്ത വിധം വിവശയായി പെണ്ണ് കുറച്ചും കൂടി അവന്റെ നെഞ്ചിലേക്ക് തല കുമ്പിട്ട് ചേർന്ന് നിന്നുപോയി. കണ്ണാടിക്ക് മുന്നിൽ നിൽക്കുമ്പോൾ അതിൽ കാണുന്ന പ്രതിബിംബത്തിൽ പോലും നോക്കാൻ പറ്റാത്ത വിധം വല്ലാത്തൊരു നാണം കൊണ്ട് മൂടിയിരുന്നു അവളുടെ മനസ്സ്. എന്തൊക്കെയാ മണിക്കുട്ടി നീ ഈ ചെയ്യുന്നതും കാണിക്കുന്നതുമൊക്കെ? അവളുടെ ചുവന്നു തൊടുത്ത മുഖം നോക്കി മനസാക്ഷി ചോദിക്കുമ്പോൾ അതിനെന്ത് മറുപടി പറയണം എന്നറിയാതെ വീണ്ടും കൂമ്പിയടഞ്ഞ മിഴികളുമായി പാവാടയുടെ അറ്റം തെരി പിടിച്ച് അവൾ അങ്ങനെ തന്നെ നിന്നു. എന്തൊക്കെയോ ഒരുപാട് മാറ്റങ്ങൾ കാണുന്നുണ്ടല്ലോ പെണ്ണെ. നാണത്തോടെ മുഖമുയർത്തി കണ്ണാടിയിലേക്ക് നോക്കുമ്പോൾ അത് അവളെ നോക്കി ചിരിക്കുന്ന പോലെ തോന്നി. പെണ്ണ് പെട്ടെന്ന് ഇരു കൈകൾ കൊണ്ട് മുഖം പൊത്തി ഓടി കട്ടിലേക്ക് വന്ന് മുഖം തലയിണയിൽ അമർത്തി കിടന്നു. അവൾക്കെന്തോ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം തോന്നുന്നുണ്ടായിരുന്നു. ഇന്ന് വരെ താൻ അറിയാത്ത എന്തൊക്കെയോ വികാരങ്ങൾ ശരീരത്തിലാകെ വന്നു മൂടുന്നുണ്ട്. മനസ്സിനൊക്കെ ഒരു അപ്പൂമ്പത്താടിയുടെ പോലും കനമില്ലാത്ത പോലെ. ആ ഒരാളുടെ നോട്ടവും സാമീപ്യവും ഒക്കെ ഇത്രയും അധികം തന്നെ ബാധിക്കുമോ എന്ന് പോലും തോന്നി. അവൾ നാണം കൊണ്ട് ആകെ വിവശയായി. കഴിഞ്ഞു പോയ ദിവസങ്ങളിലൊക്കെ അവൻ തന്നോട് കാണിക്കുന്ന സ്നേഹം പലപ്പോഴും മനസ്സിലായിട്ടുള്ളതാണ്. ആദ്യമൊക്കെ ഒരു നോട്ടം പോലും തരാത്തവൻ പതുക്കെ തനിക്കൊപ്പം തന്റെ കാര്യങ്ങൾ കണ്ടറിഞ്ഞ് ചെയ്യാൻ തുടങ്ങിയപ്പോഴൊക്കെ ആ മനസ്സിന്റെ നന്മ ആലോചിച്ച് ഒരുപാട് സന്തോഷിച്ചിട്ടുണ്ട്. പക്ഷെ അപ്പോഴൊക്കെ ആള് തനിക്ക് പൊന്നിന്റെ അച്ഛൻ മാത്രമായിരുന്നു. പക്ഷെ എപ്പോഴാണെന്നറിയില്ല പൊന്നിന്റെ അച്ഛനിൽ നിന്നും നന്ദേട്ടനായി ആള് മാറിയത്. ഇടയ്ക്ക് എപ്പോഴും ഉള്ള ചില ഓർമ്മകളിൽ ആളെ നന്ദേട്ടൻ എന്ന് മനസ്സിൽ വിളിച്ചിട്ടുണ്ടെന്നല്ലാതെ ഒരിക്കലും ആ മുഖത്ത് നോക്കി അങ്ങനെ വിളിക്കുമെന്ന് കരുതിയിരുന്നില്ല. ആ താനാണ് ഇപ്പോൾ മിനിറ്റിൽ 10 പോലെ നന്ദേട്ടൻ എന്ന് മാത്രം വിളിക്കുന്നത്. അതുവരെ കമന്നു കിടന്നവൾ തലേണയും നെഞ്ചിലേറ്റി നിവർന്നു കിടന്നു. ഇങ്ങനെയാകുന്ന ദിവസങ്ങളിലൊക്കെ 2-3 ദിവസം ഒരേ വയറ്റുവേദനയും ശരീരം വേദനയും കൊണ്ട് ആകെ മുഷിപ്പാണ് തനിക്ക്. ഒപ്പം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ദേഷ്യവും. ആ താനാണിപ്പോൾ ഇത്രയും സന്തോഷത്തോടെ ഒരു വേദനകളും അറിയാതെ മറ്റേതോ ലോകത്തിൽ എന്ന പോലെ. അവളുടെ ചുണ്ടിലെ പുഞ്ചിരിക്ക് പിന്നെയും മാറ്റുകൂടി. എന്തെങ്കിലുമൊക്കെ തല്ലും വഴക്കും ഉണ്ടാക്കി ആദ്യമൊക്കെ അടികൂടാൻ ചെല്ലുമ്പോൾ ഒറ്റ നോട്ടത്തിൽ പേടിപ്പിച്ച് നിർത്തിയിരുന്നു ആള്. പിന്നെ പിന്നെ മോൾക്കൊപ്പം കൂടി എന്ത് കുരുത്തക്കേട് കാണിച്ചാലും കൂർപ്പിച്ചൊന്ന് നോക്കുന്നതല്ലാതെ പഴയ പോലെ ആ മുഖത്ത് ദേഷ്യമൊന്നും കണ്ടിട്ടില്ല. ആ ഒരു ധൈര്യത്തിലാണ് പിന്നെ അടുത്ത് ചെന്ന് തല്ലുവെക്കാനും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ചുണ്ടുപിടിപ്പിക്കാനും പോയിട്ടുള്ളത്. ഈ അടുത്തായി അതൊക്കെ വെറുമൊരു നോട്ടത്തിൽ അല്ലെങ്കിൽ ചിരിച്ചുകൊണ്ട് ഒന്നും പറ്റിയില്ലെങ്കിൽ തന്റെ ചെവിക്ക് പിടിച്ചുമൊക്കെ മറുപടി തന്നിരുന്നു. പക്ഷെ ഇന്നലെ തനിക്കൊട്ടും വയ്യാതായ നിമിഷം. ആ സമയം മുതൽ ഈ നേരം വരെ താൻ കണ്ടിരുന്ന ആള് ഇന്ന് വരെ താൻ അറിഞ്ഞിട്ടില്ലാത്ത ഏതോ പുതിയ മനുഷ്യനായിരുന്നു. എന്താ മണിക്കുട്ടി, വല്ലാത്തൊരു ഇളക്കം? എന്തേ, നിന്റെ നന്ദേട്ടൻ ഹൃദയത്തിൽ കയറി ഇരിപ്പമായോ? പ്രേമായോടി പെണ്ണെ നിനക്ക്? ഏതോ ഒരു നിമിഷം ഉള്ളിൽ വന്ന് ആരോ വിളിച്ചു ചോദിക്കും പോലെ തോന്നിയതും അവൾ ഞെട്ടിക്കൊണ്ട് എഴുന്നേറ്റിരുന്നു. പ്രേമമോ? തനിക്കോ? ഹൃദയം ഇപ്പൊ പൊട്ടി പുറത്തേക്ക് വരും എന്ന രീതിയിൽ മിടിക്കാൻ തുടങ്ങി. ദേ ഹൃദയമേ, വേണ്ടാട്ടോ. ചുമ്മാ ആവശ്യമില്ലാത്ത സ്വപ്നങ്ങളൊന്നും കാണണ്ട നീ. താളം തെറ്റിയിടിക്കുന്ന ഹൃദയത്തെ പതിഞ്ഞ ശബ്ദത്തിൽ ശാസിച്ചുകൊണ്ടവൾ ഹൃദയത്തിൽ മെല്ലെ ഒന്ന് തട്ടി. അപ്പോ നീ നിന്റെ നന്ദേട്ടനെ പ്രണയിക്കുന്നില്ല? വാശിയോടെ ഹൃദയം പിന്നെയും അവളോട് ചോദിച്ചതും, ശോ, ഇങ്ങനെയൊന്നും ചോദിക്കല്ലേ എന്നോട്. ഇരു കൈകൾ കൊണ്ട് മുഖം കുത്തി അവൾ കട്ടിലേക്ക് കമന്നു കിടന്നു. പറയ് കൺമണി, നിനക്ക് നിന്റെ നന്ദൻ മാഷിനോട് പ്രണയമില്ലേ? അടിയറവ് പറയാൻ സമ്മതമില്ലാത്ത പോലെ അവളുടെ മനസാക്ഷി പിന്നെയും പിന്നെയും ചോദിക്കേ മറുപടി ഏതും പറയാതെ പെണ്ണ് കണ്ണുകൾ ഇറുക്കി പൊട്ടി കള്ളത്തരം ഒളിപ്പിക്കും പോലെ തലയണയെ അമർത്തി കെട്ടിപ്പിടിച്ചു കിടന്നു. ഇതെന്തായാലും വല്ലാത്ത പൊള്ളലായി പോയല്ലോ ഹരിമാഷേ. ഗിരീഷ് സാർ കയ്യിൽ പിടിച്ചു നോക്കിയതും ഹരി ഒന്ന് മൂളി. എന്തു പറ്റി ഹരിമാഷേ? കല്യാണം കഴിഞ്ഞിട്ടും ഭാര്യ അടുക്കളയിൽ കയറുന്നില്ലേ? ഇപ്പോഴും സാറ് തന്നെയാണോ അടുപ്പിലെ പുകയും കരിയും ഒക്കെ നോക്കുന്നത്?
ലളിത ടീച്ചറുടെ ആ ചോദ്യം കേട്ടതും സ്റ്റാഫ് റൂമിലിരുന്ന മറ്റ് സാറുമാരുടെ എല്ലാ മുഖം വല്ലാതെയായി. തുടങ്ങി ചൊറിയമ്പുഴു. പല്ലിനിടയിലിട്ട് ഗിരീഷ് സാർ പറഞ്ഞു, കേട്ടോ ഹരി സാറേ, എന്റെ അജയൻ ചേട്ടൻ അടുക്കളയുടെ ഭാഗത്ത് പോലും കയറില്ല. കൈക്ക് വെള്ളം പോലും എടുത്തു കൊടുക്കുന്നത് ഞാനാ. അങ്ങനെയാ ആൾക്കെല്ലാം ഞാൻ ചെയ്തു കൊടുക്കുന്നത്. താൻ എന്തോ വലിയ കാര്യമാണ് ചെയ്യുന്നത് എന്നുള്ള രീതിയിലൂടെ അവരുടെ സംസാരം കേട്ടതും ആൺപെൺ വ്യത്യാസമില്ലാതെ ആ റൂമിലിരുന്ന എല്ലാവരുടെയും മുഖം പുച്ഛം കൊണ്ട് നിറഞ്ഞു. അത് ഞങ്ങൾക്കറിയാം ടീച്ചറെ. അങ്ങനെ ടീച്ചറിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കെട്ടിയോനായിരുന്നു അജയനെങ്കിൽ ടീച്ചർക്ക് എന്നും രാവിലെ ഇവിടെ താമസിച്ചു വരുന്നുവെന്ന് പ്രിൻസിപ്പൽ മാഡത്തിന്റെ വായിലിരിക്കുന്നത് കേൾക്കേണ്ടി വരില്ലായിരുന്നു. സുഷമ്മ ടീച്ചർ അതും പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റതും ഹരിയും ഗിരീഷും സഹിതം എല്ലാവരും അമർത്തി ചിരിച്ചുപോയി. പിന്നെ ടീച്ചറെ, ഉപദേശമായിട്ടൊന്നുമല്ല, എന്നാലും ടീച്ചർ അറിഞ്ഞിരിക്കാൻ പറയുന്നതാണ്. ടീച്ചറിന് 2 ആൺമക്കളല്ലേ? അവർക്ക് മിനിമം ചായ ഇടാനും ഒരു മുട്ട പൊരിക്കാനും മാഗി ഉണ്ടാക്കാനുമെങ്കിലും പഠിപ്പിച്ചു കൊടുക്കണം. ഒന്നുമല്ലെങ്കിലും വന്നു കയറുന്ന പെൺപിള്ളേർ ടീച്ചറെ തെറി പറയുന്നത് കുറെയൊക്കെ കുറയും. അത്രയും പറയുന്ന സുഷമ ടീച്ചറിനെ എല്ലാവരും അത്ഭുതത്തോടെയും ആദരവോടെയും നോക്കി. കാരണം അത്രയും അത്യാവശ്യമുള്ള സന്ദർഭങ്ങളിലെ സുഷമ ടീച്ചർ ഇതുപോലെ സംസാരിക്കാറുള്ളൂ. അങ്ങനെ പറഞ്ഞ് മറ്റാരെയും നോക്കാതെ ടീച്ചർ അടുത്ത ക്ലാസ്സിലേക്ക് പോകാൻ തുടങ്ങുന്നതിന് മുൻപ് ഹരിയുടെ മുന്നിൽ വന്ന് നിന്നു. ശരിക്കും ഭാര്യയെ സഹായിച്ച് പൊള്ളിയതാണോ സാറേ? അവക്ക് സുഖമില്ലായിരുന്നു ടീച്ചറെ. ഹരി ചിരിച്ചുകൊണ്ട് തലയാട്ടം വഴി പറഞ്ഞു. ആ, എങ്കിൽ കുഴപ്പമില്ല. ഒരു കുടുംബജീവിതത്തിൽ അത്യാവശ്യം പൊള്ളലും ചീറ്റലും ഒക്കെ നല്ലതാണ്. പ്രത്യേകിച്ചും ഭാര്യയെ സഹായിച്ച് അടുക്കളയിൽ നിന്ന് കിട്ടിയതാണെങ്കിൽ പൊള്ളൽ തീർത്തും നല്ലതാണ് സാറേ. അത് കേട്ടതും സ്റ്റാഫ് റൂമിൽ ഇരുന്നവരെല്ലാം അറിയാതെ ഉറക്കെ ചിരിച്ചുപോയി. ഒപ്പൻ ടീച്ചറും. ആ കുട്ടിക്ക് വയ്യെന്നറിഞ്ഞപ്പോൾ സഹായിക്കാൻ കാണിച്ച ഈ മനസ്സില്ലേ, ഏതൊരു ജീവിത പങ്കാളിയും ഇത്രയൊക്കെ ആഗ്രഹിക്കുന്നുള്ളൂ. ഒരിക്കലും ഈ മനസ്സിനെ കൈമോശം വരാൻ സമ്മതിക്കരുത്. പല ഭാര്യമാരും പാവങ്ങളാണ്. അവർ പലപ്പോഴും ഭർത്താവിൽ നിന്ന് ഈ ഒരു ചേർത്തുപിടിക്കലേ ആഗ്രഹിക്കുന്നുള്ളൂ. അവനെ നോക്കി പുഞ്ചിരിയോടെ അത് പറഞ്ഞുകൊണ്ട് ടീച്ചർ ക്ലാസ്സിലേക്ക് പോയി. ഒപ്പം നിന്ന പലരും ക്ലാസ്സിലേക്ക് പോയി തുടങ്ങുന്നതും ഹരി ബാഗിലിരുന്ന ഫോൺ മെല്ലെ എടുത്തു. എന്നിട്ട് അതിന്ന് കൺമണി എന്ന പേര് സെർച്ച് ചെയ്തു. പിന്നെ എന്തോ ഒരു ഓർമ്മയിൽ അത് എഡിറ്റ് ചെയ്യാൻ തുടങ്ങി. പേരാകെ മാറ്റി കണ്ണെന്നാക്കി. അവന്റെ പ്രിയപ്പെട്ടവൾ. അപ്പോൾ എന്നെ കേൾക്കുകയും വായിക്കുകയും ചെയ്യുന്ന എൻ്റെ കൂട്ടുകാർക്ക് കഥ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നന്ദി.